കേരളത്തിൽ നിലവിൽ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് വി.എസ്. അച്യുതാനന്ദൻ. ഇന്ന് കേരളത്തിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തോളം ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു നേതാവ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3:20 അദ്ദേഹത്തിന്റെ മരണം. കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച് സാധാരണക്കാരുടെ മനസ്സിൽ ഇടം നേടിയ വി.എസ്. അച്യുതാനന്ദൻ എന്ന മഹാനായ നേതാവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം അത് പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഒരു നീണ്ട അധ്യായം തന്നെയാണ്. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ഒരു ജനനായകനായി മാറി, അദ്ദേഹം നാടിനും ജനങ്ങൾക്കും വേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. വി.എസ്. അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂടും ചൂരും നിറഞ്ഞ കാലത്താണ് അദ്ദേഹം പൊതു രംഗത്തേക്ക് വരുന്നത്. 16-ാം വയസ്സിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി. തൊഴിലാളികളെയും കർഷകരെയും ചൂഷണം ചെയ്യുന്ന ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരെ അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന ശേഷം 1946-ലെ പുന്നപ്പറ വയലാർ സമരത്തിൽ വി.എസ്. അച്യുതാനന്ദന്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. ജന്മിമാരുടെ ചൂഷണത്തിനെതിരെയും ദിവാനെതിരെയുമുള്ള തൊഴിലാളികളുടെയും കർഷകരുടെയും വലിയൊരു മുന്നേറ്റമായിരുന്നു അത്. ഈ സമരത്തിൽ പങ്കെടുത്തതിന് വി.എസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സബ് ജയിലിൽ അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് അദ്ദേഹം ഇരയായി. തൂക്കുമരത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് അദ്ദേഹം എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയില്ല. 1948-ലെ കയ്യൂർ കരിവള്ളൂർ സമരങ്ങളിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കർഷക തൊഴിലാളികളുടെ കൂലി വർധനവിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയായിരുന്നു ഈ സമരങ്ങൾ. ഈ സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ വി.എസിന് ഒളിവിൽ പോകേണ്ടി വരികയും ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിൽ എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം തടവുകാരനായി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ തവണ ജയിൽവാസം അനുഭവിച്ചപ്പോഴും അത് അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. നിയമസഭാംഗമായും മന്ത്രിയായും മുഖ്യമന്ത്രിയായും വി.എസ്. അച്യുതാനന്ദൻ കേരളത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് 1967-ലാണ്. പിന്നീട് പലതവണ അദ്ദേഹം എം.എൽ.എ. ആയിട്ടുണ്ട്. എം.എൽ.എ. ആയിരിക്കുമ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിലും അതിന് പരിഹാരം കാണുന്നതിലും അദ്ദേഹം മുൻപന്തിയിൽ തന്നെയായിരുന്നു. 1996-ൽ ഇ.കെ. നായനാർ മന്ത്രിസഭയിൽ ടൂറിസം, കയർ, സഹകരണ വകുപ്പുകളുടെ മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചു. ഈ കാലയളവിൽ കയർ വ്യവസായത്തിന്റെ ഉന്നമനത്തിനും ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം ഒട്ടേറെ പുതിയ പദ്ധതികൾ രൂപം നൽകി. 2006-ൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ നടപ്പിലാക്കിയ കാര്യങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അഴിമതിക്കെതിരായ അദ്ദേഹത്തിന്റെ നിലപാട് ഏറ്റവും ശക്തമായിരുന്നു. അഴിമതി കാണിക്കുന്നവർ ആര് തന്നെയായാലും അവർക്കെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹം ഒരു മടിയും കാണിച്ചിരുന്നില്ല. സംസ്ഥാനത്തെ ഭൂമി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച നിശ്ചയദാർഢ്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സുപ്രധാന അധ്യായം തന്നെയാണ്. വലിയ സ്വാധീനമുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും കയ്യേറിയ സർക്കാർ ഭൂമി തിരികെ പിടിക്കാൻ അദ്ദേഹം ശക്തമായ നടപടികൾ എടുത്തു. ഇതിനായി ഒരു പ്രത്യേക ദൗത്യ സംഘത്തെ അദ്ദേഹം നിയമിച്ചു. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനായി ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരികയും അത് കർശനമായി നടപ്പിലാക്കുകയും ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മണൽ മാഫിയയും ക്വാറി മാഫിയയും നിയന്ത്രിക്കാൻ അദ്ദേഹം കാര്യക്ഷമമായി ഇടപെട്ടു. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിലും അവർക്ക് നീതി ലഭിക്കുന്നതിലും വി.എസ്. വഹിച്ച പങ്ക് വളരെ വലുതാണ്. വിഷം കാരണം രോഗങ്ങൾ ബാധിച്ച് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തുകയും അവർക്ക് സഹായം ലഭ്യമാക്കാൻ നടപടികൾ എടുക്കുകയും ചെയ്തു. ആദിവാസികളുടെ ഭൂമി പ്രശ്നങ്ങളിലും ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയും അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും കുറ്റവാളികൾക്ക് കഠിന ശിക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്താനും സാധാരണക്കാർക്ക് ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കാനും അദ്ദേഹം ശ്രമിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിനു ശേഷവും പിന്നീട് ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോഴും വി.എസ്. അച്യുതാനന്ദൻ തന്റെ പോരാട്ട വീര്യം കൈവിട്ടിട്ടില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അവർക്ക് വേണ്ടി ശബ്ദിക്കാനോ അദ്ദേഹം എന്നും സജ്ജനായിരുന്നു. ലാളിത്യം നിറഞ്ഞ ജീവിത ശൈലിയും സാധാരണക്കാരനോടുള്ള അടുപ്പവും അദ്ദേഹത്തെ ജനങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരനാക്കി. വി.എസ്. അച്യുതാനന്ദൻ എന്ന പേര് കേൾക്കുമ്പോൾ അതൊരു വ്യക്തിയുടെ പേര് മാത്രമല്ല, അത് പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ജനകീയ വിപ്ലവത്തിന്റെയും ഒരു പ്രതീകം തന്നെയാണ്. അദ്ദേഹം നമ്മെ വിട്ടുപോയെങ്കിലും കേരളത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യവും എന്നും ഓർമ്മിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും.